ഇതിനൊരു അന്തസ്സും അച്ചടക്കവും ഇതിനൊരു കൃത്യമായ ഒരു മെച്യൂരിറ്റിയും കൊടുക്കണമെന്ന് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നു. അതിനൊരു നയരൂപീകരണം നടത്തുകയും ആ നയം എന്ന് പറയുന്ന ഒരു സംസ്കാരമായി മാറുകയും ചെയ്യണം എന്ന് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നു. അങ്ങനെ പോകണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നു. മലയാളിയുടെ ഏറ്റവും വലിയ ശക്തിയാണ് നമ്മുടെ ഒത്തൊരുമ എന്ന് പറയുന്നത്. അതിന് വിള്ളലുണ്ടാക്കുന്നവർക്ക് സ്വാഭാവികമായിട്ടും അവാർഡ് കൊടുക്കുമല്ലോ. അത് കുറുക്കൻ്റെ അവാർഡായിട്ട് കൂട്ടിയാൽ മതി. അതിന് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. ഒരു മനുഷ്യൻ്റെ ആത്മീയ ആവിഷ്കാരത്തിൽ നിന്ന് ഒരുത്തനൊരു അവാർഡ് കിട്ടുമ്പോൾ അവനുണ്ടാകുന്ന ഒരു ആത്മസന്തോഷമുണ്ട്. ആ ആത്മസന്തോഷം അയാൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. വിമർശിക്കപ്പെടണം. ഈ കലയുടെ ധർമ്മം എന്താ? നമ്മളെല്ലാം കൂട്ടിച്ചേർക്കുക എന്നുള്ളതാണ്. അത് എവിടെയെങ്കിലും ആരെങ്കിലും പാർശ്വവൽക്കരിക്കപ്പെട്ട് പോയിട്ടുണ്ട്, അവരെ കൂടെ അരികു പറ്റി പോയിട്ടുണ്ട്, അവരെ കൂടെ ചേർത്ത് ഇങ്ങോട്ട് നടുക്കോട്ട് നിർത്തുക, അവരെ കൂടെ ലൈം ലൈറ്റിലേക്ക് നിർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കലയുടെ ധർമ്മം. ആ ധർമ്മം നിറവേറ്റുമ്പോഴാണ് അവനെ കലാകാരൻ എന്ന് വിളിക്കുക. അല്ലാത്തവനെയൊക്കെ നമ്മൾ വേറെ പല പേരിലാണ് അറിയപ്പെടേണ്ടത്.